അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നല്ല തീഷ്ണതയിൽ നിന്ന ഒരു കാലഘട്ടമുണ്ട്. ആത്മീയമായി ഉണർവുള്ള, കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു കാലഘട്ടം. നല്ല രീതിയിൽ ആത്മീയ ഉണർവിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചില പാപങ്ങളിലൊക്കെ വീണിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പിന്നീട് പള്ളി പോകാൻ തോന്നുന്നില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ കുമ്പസാരിക്കാൻ പറഞ്ഞിട്ട് പോലും കുമ്പസാരിക്കാൻ പോലും തോന്നുന്നില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒരു പേരിന് വേണ്ടി മാത്രം ആത്മാർത്ഥതയില്ലാത്ത കുമ്പസാരങ്ങളൊക്കെ നടത്തിയ ഒരു കാലഘട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മുടെ മനസ്സിന് മൊത്തം ഉണ്ടാകുന്നൊരു വികാരം എന്ന് പറയുന്നത് ഒരു മടുപ്പ്, എപ്പോഴും ഒരു അസ്വസ്ഥത, ഒരു അലസത, ഇനി ആരോട് സ്നേഹമില്ലാത്ത, ആരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, വെറുപ്പും ഉദ്ദേശമൊക്കെ നിറഞ്ഞൊരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. അതിനൊരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതപ്പെട്ട കർത്താവിന്റെ ശാസ്ത്രവിശേഷം 12-ാം അധ്യായം അതിന്റെ 43-45 വരെയുള്ള വചനങ്ങളിൽ യേശു തമ്പുരാൻ ഒരു ഉപമ പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറത്താകുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അത് ചുറ്റി സഞ്ചരിച്ചിട്ട് ആശ്വാസം അന്വേഷിക്കും. അത് കണ്ടെത്താതെ വരുമ്പോൾ അത് പറയും, ഞാൻ പുറപ്പെട്ടു വന്ന ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ആ ഭവനം ആളൊഴിഞ്ഞും അലങ്കരിക്കപ്പെട്ടും കിടക്കുന്നു കാണുമ്പോൾ തന്നേക്കാൾ ശക്തരായ 7 തിന്മവട്ട അരൂപിയുമായി ആ മനുഷ്യനേക്ക് വന്ന് വാസമുറപ്പിക്കും. അവന്റെ ആദ്യത്തെ അവസ്ഥയേക്കാൾ ഭീതികരമായിരിക്കും രണ്ടാമത്തെ അവസ്ഥ. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ കുമ്പസാരമൊക്കെ നടത്തി കർത്താവിനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിനെ നമ്മുടെ രക്ഷകനാഥനുമായൊക്കെ സ്വീകരിച്ചതിന് ശേഷം നമ്മളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം നിറയ്ക്കാൻ പരാജയപ്പെട്ടാൽ ഈ പിശാച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയ തിന്മപ്പെട്ട അശുദ്ധാത്മാവ് വീണ്ടും നമ്മളിലേക്ക് ശക്തിയോടെ കടന്നു വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട്, നിറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധനായ ജോൺ ക്രിസ്റ്റോസ്റ്റം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പാപത്തിൽ നിന്ന് മോചിതനായ ശേഷം ഒരു വ്യക്തി അവൻ പ്രാർത്ഥന, ഉപവാസം, വചനപഠനം, സഭാജീവിതം, കൂദാശ ജീവിതം എന്നിവയിലൂടെ ദൈവവുമായുള്ള ബന്ധം നിരന്തരം ശക്തിപ്പെടുത്തണം. അത് ഒരു ദിവസമല്ല, നിരന്തരം ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ, അതിലൂടെ ബലപ്പെടാൻ, ശക്തിപ്പെടാനായിട്ട് ഇടയായി തീരണമെന്നാണ് ഇത് വിശുദ്ധനായ ജോൺ ക്രിസ്റ്റോസ്റ്റം പറയുക. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ നമ്മൾ എത്രമാത്രം വീണുപോയി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എവിടെയാണ് എൻ്റെ കുറവ്. എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി ക്രിസ്തുവിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഞാൻ വീണുപോയോ? എന്നും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനാണ്, നീ എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ, നമ്മുടെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഒരു തിന്മയുടെ അരൂപി നമ്മളെ ആക്രമിക്കാനായി കടന്നു വരില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവായി യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം. പരിശുദ്ധനായ പത്രോസ്ലീഹ പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവായി യേശുക്രിസ്തുവിനെ നമുക്ക് പ്രതിഷ്ഠിക്കാം. കർത്താവെ, എൻ്റെ ഹൃദയത്തിന് നീ നാഥനായിരിക്കണമേ, എപ്പോഴും നിന്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണമേ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും